നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ ആ നടയിലേക്ക് എത്തിയാൽ അത് മുടക്കാനുള്ളൊരു മാർഗം ആ ദേവി തന്നെ കാണിച്ചു തരും. എല്ലാത്തിനും വഴി ഉണ്ടാക്കാടോ നമുക്ക്. ഹരിസാറേ, പണ്ടെനിക്ക് അമ്പലത്തിൽ പോകുന്നതിലോ ദൈവത്തിന്റെ മുന്നിൽ തൊഴുതു നിൽക്കുന്നതിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ മരണത്തെ മുന്നിൽ കണ്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ അറിയാതെ കൈകൂപ്പിപ്പോവും. ഇവിടെ ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് കഠിനംകുളത്തൊരു ദേവീക്ഷേത്രമുണ്ട്. വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. ഹരിയോ അമ്മാവനോ അവിടെ പോയിട്ടുണ്ടോ? അല്ല, കഠിനംകുളം ക്ഷേത്രവും ഇല്ല, പോയിട്ടില്ല. ഓ ശേ, വിശേഷപ്പെട്ട ഒരുപാട് ചടങ്ങുകൾ നടക്കുന്ന ക്ഷേത്രമാണ്. ദേവിയുടെ മുമ്പിലുള്ള വിഷുക്കണിയും വിഷു കഴിഞ്ഞുള്ള ആഘോഷങ്ങളും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. അവിടെ ഇന്ന് രാത്രി ഒരു ദമ്പതി പൂജ നടക്കുന്നുണ്ട്. ഈ വിഷു കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അവിടുത്തെ ദേവി പരമശിവനെ കണ്ടെത്തിയതും അവര് തമ്മിൽ ഒന്നിച്ചു ചേർന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അല്ല, ഇന്നിപ്പോ അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞ. അയ്യോ, പോവാതിരിക്കല്ലേ. അവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ച് ദേവീനടയിൽ നമ്മൾ പേരെഴുതി ചേർത്ത ഒരിക്കലും അത് മുടക്കാൻ പാടില്ല. നല്ല കാര്യമല്ലേ? പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല മോനെ. അല്ല, മോനിങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അത് അനുസരിക്കില്ല എന്ന് പറയുന്നത് അതെങ്ങനെ ശരിയാവുന്നേ? ദൈവകാര്യമല്ലേ. എന്തായാലും പോയേക്കാം. എങ്കിൽ നന്നായി. അല്ല, ഈ പൂജയിൽ എന്തെങ്കിലും വിശേഷിച്ച്? ഹരിസാറ് പോവെന്ന് ഉറപ്പല്ലേ? അല്ല, അത് അമ്മാവൻ പറഞ്ഞല്ലോ. എങ്കിലിനി പൂജയുടെ വിശേഷം പറയാം. ദമ്പതി പൂജയ്ക്കെത്തുന്ന ദമ്പതികളെ ക്ഷേത്രത്തിന്റെ നടയിൽ ഒരിടത്ത് നിന്ന് പൂജയും കർമ്മങ്ങൾക്കൊക്കെ ശേഷം ദേവീ നടയിൽ ഒന്നുകൂടി ഭർത്താവ് ഭാര്യയെ താലി കെട്ടും. അങ്ങനെ താലി കെട്ടിയ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവര് തമ്മിൽ പിരിയില്ല എന്നാണ് വിശ്വാസം. ഹരിയും നെത്തിയും തമ്മിൽ പിരിയരുത്. മനസ്സിനും നന്മയുള്ള നിങ്ങൾ രണ്ടുപേരും പിരിയരുത്. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോ വൈകുന്നേരം നമ്മൾ പോകുന്നു, ദമ്പതി പൂജയിൽ പങ്കെടുക്കുന്നു. ഏയ് ഇല്ല ജീവ, അതൊന്നും നടക്കാം. ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. ഭാര്യയുടെ കഴുത്തിൽ ഒന്നുകൂടി താലി കിട്ടുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ? എന്താ ഇതൊക്കെ? എനിക്കെങ്ങനെ അറിയാം? ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന എനിക്കറിയായിരുന്ന. ജീവാ മോനെ, കൊടുത്തു അല്ലേ? ഇനി വീണ്ടും ഒരു താലികെട്ടിന് ഞാൻ അമ്പലത്തിൽ ചെന്ന് നിൽക്കണോ? അല്ല നിത്യ, അയാള് നമ്മൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നതെന്ന്
ഹരിക്ക് കൃത്യമായിട്ട് അറിയാലോ. വിലക്കേണ്ടത് വിലക്കേണ്ട സമയത്ത് വിലക്കണം. വന്ന് പറഞ്ഞതാരാ? എന്റെ ജീവിച്ചിരിക്കുന്ന ഭർത്താവ്, എന്നെ താലി കിട്ടിയ മനുഷ്യൻ. അയാള് സാക്ഷിയായി നിൽക്കെ കഴുത്ത് നീട്ടി തരണോ ഞാൻ? നിത്യ, എന്നോട് ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ആരോട് ചോദിക്കണം? ഇപ്പൊ തുടങ്ങുമല്ലോ പോകാനുള്ള നിർബന്ധം. എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറയാൻ പറ്റുമോ എനിക്ക്? അപ്പോഴേക്കും മരണം പറഞ്ഞ് പേടിപ്പിച്ച് ആരെങ്കിലുമൊക്കെ പിന്നാലെ വരില്ലേ? എന്നെ കൊണ്ട് ഇതൊക്കെ എന്തിനാ ചെയ്യിപ്പിക്കുന്ന? എന്റെ ജീവനോട് കൊന്നു കൊന്നു മതിയായില്ലേ എല്ലാവർക്കും? നിത്യ, നടന്നത് എന്താണെന്ന് താൻ കണ്ടതല്ലേ? എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാൻ വെറുതെ ന്യായീകരിക്കുകയല്ല. ദൈവങ്ങൾ ഒരിക്കലും തന്നെ പരീക്ഷിക്കില്ല. അവർക്ക് പ്രിയപ്പെട്ട ആളല്ലേ താൻ. നമ്മൾ ആ നടയിലേക്ക് എത്തിയാൽ അത് മുടക്കാനുള്ളൊരു മാർഗം ആ ദൈവം തന്നെ കാണിച്ചു തരും. എല്ലാത്തിനും വഴി ഉണ്ടാക്കാടോ നമുക്ക്. ഏതായാലും നമുക്ക് വൈകുന്നേരം അമ്പലത്തിലേക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.